നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇന്ന് കേട്ടോ. തണുപ്പും ചെറിയതായിട്ട് തണുപ്പുണ്ട്. രാവിലെ 10:30 വന്നപ്പം ഒരാൾ അവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. രാവിലെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിരിക്കുന്ന ഭാവമാണ്. വയ്യപ്പോ വിട്ടിട്ട് ഗേറ്റ് തുറക്കാൻ ഓടും. രാവിലെ ഒന്ന് ചോറൊക്കെ കൊണ്ടിട്ട് പോവുക. പക്ഷികളിങ്ങനെ പറന്നു വന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഞാവൽ വന്ന് രാവിലെ ഒന്ന് കൊത്തിപ്പറിക്കുക. കുറേ ഉണ്ട് കേട്ടോ. കുറേ പക്ഷികളൊന്ന് രാവിലെ ഒന്ന് കുറേ കൊത്തിപ്പറിച്ച് തിന്നിട്ട് പോകും. ഞാമ വന്ന് എണീറ്റേ ഉള്ളൂ. ഇപ്പോൾ പായ്ക്കെടുത്തു. പക്ഷെ അവൾക്ക് ഇന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കമന്ന് അവളാണ്. അപ്പോൾ കമന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കളിച്ചു. ഇപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കരച്ചിലേക്ക് കേട്ടോ. രാവിലെ ഉണക്കപ്പയും പന്നിക്കറിയും. അപ്പം പന്നിക്കറി റെഡിയായി. ഇനി പിള്ളേരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം ഉറക്കും കേട്ടോ. ആരും എഴുന്നേറ്റില്ല. ഞാനും അമ്മയും കുഞ്ഞും എഴുന്നേറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം മഹതിക്കുട്ടിയുടെയും മേതക്കുട്ടിയുടെയും സ്നാക്സ് ബോക്സ് കേട്ടോ. ഇനി ചോറും കൊണ്ട് എടുത്തു വെച്ചാൽ മതി. മഹതിക്കുട്ടിക്കും മേതക്കുട്ടിക്കും അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ ഓർത്തു. അവർക്ക് അപ്പം കഴിക്കത്തില്ല. അപ്പം അവർക്ക് മാത്രം അപ്പം. അപ്പോൾ രാവിലെ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് റെഡിയായി. മേതക്കുട്ടിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അവൾ കയറിപ്പോയി കേട്ടോ. അവൾക്ക് ഇഷ്ടമില്ലെന്ന് സ്കൂളിൽ പോകുന്നത്. മഹതിക്കുട്ടി റെഡിയായി. സുന്ദരിക്കുട്ടിയായിട്ട് ഇരുന്നു. മധുക്കുട്ടി ഇന്ന് ഫുൾ മേക്കപ്പ് മധുക്കുട്ടി തന്നെ ചെയ്തു കേട്ടോ. ഞാൻ ഒന്നും ചെയ്തില്ല. എല്ലാം അവൾ തന്നെ റെഡിയായി. പൊട്ടൊക്കെ തൊട്ട് ഷോക്സൊക്കെ അവൾ ഇടുന്നതെന്ന് അവൾ പറഞ്ഞത്. മധുക്കുട്ടി പിന്നെ കഥ ഒക്കെ അടച്ചു. ഞങ്ങളെ പൂട്ടാനുള്ള പരിപാടിക്കാം. ടാറ്റ ടാറ്റ പോട്ടില്ല കേട്ടോ. ടാറ്റ ടാറ്റ ടാറ്റ. അമ്മമ്മയുടെ കൂടെ ഇരുന്നോ. കുഞ്ഞുസിങ്ങനെ ചേച്ചിമാരെ നോക്കിയിരിക്കുക പോകുന്നതാണ് നോക്കി. ടാറ്റ. അപ്പോൾ ഓട്ടോ എത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും പന്നിക്കറിയും. അപ്പം നിറച്ച് കരിയില കേട്ടോ. പിന്നെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഒരാളെ ഇടയ്ക്ക് ഉറക്കിയിട്ട് പോയതാട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം സൗണ്ട് നോക്കിയപ്പോൾ എണീറ്റ് ഭയങ്കര വണ്ടി ഓടിയില്ല. അമ്മ കണ്ടു.
കള്ളത്തരം കാണിച്ചിട്ടുള്ളൊരു കള്ളച്ചിരിയുണ്ട് ഇടയ്ക്ക്. ചെറുതായിട്ട് വെയിലൊക്കെ ഒന്നുകൊണ്ട് തുണിയൊക്കെ ഇട്ടിട്ടുണ്ടോ ഉണങ്ങാനൊക്കെ. ഇന്നലെയൊക്കെ മഴയായിരുന്നു, പക്ഷെ ഇന്ന് ചെറിയ വെയിലൊന്നും ആ സമയത്ത് ഇട്ടതാ തുണി കുറേ. അപ്പോൾ ഇതെന്നും പറിക്കണമെന്ന് ഓർക്കും, സമയം കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ ഇത് പറിക്കുമ്പോൾ റംബുട്ടാനെ ഓർത്തിട്ടാണ് ഇതിങ്ങനെ പറിക്കാതിരിക്കുന്നത്. റംബുട്ടാൻ ഇപ്പോൾ ഒടിഞ്ഞു പോകുന്നോർത്ത് പേടിച്ചിട്ടാണ്. മുകളിലാണ് ഫുള്ളും ഇത് കാ കിടക്കുന്നത് പറിച്ച്. അപ്പോൾ ഇന്ന് ലഞ്ച് രാവിലത്തെ പന്നിക്കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തോരൻ വെച്ചു, പിന്നെ കുറച്ച് തൈരുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ലഞ്ച് ദിവസം. അതിൻ്റെ ബോൾസൊക്കെ നിറയെ പൂവായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിന് എപ്പോഴും പൂവുണ്ട് കേട്ടോ ഈ ചെടിക്ക്. മേതക്കുട്ടി കണ്ടില്ല കേട്ടോ, പക്ഷേ മേതക്കുട്ടി കാണുമ്പോൾ മിക്കവാറും അത് പറിച്ച് കളയും. ഇതെല്ലാം ഞാൻ കിളുത്തിട്ടുണ്ട് പയർ. മേതക്കുട്ടിയെ പേടിച്ച് മേതക്കുട്ടി എല്ലാം ഉണ്ടെങ്കിൽ പറിച്ച് കളയുള്ളൂ. അപ്പോൾ എൻ്റെ പണികളെ കുറച്ച് കഴിഞ്ഞ് മഹതിയും മേതയും വിളിക്കുന്ന സമയമായി. പെട്ടെന്ന് ഒതുക്കിയിട്ടാണ് ഇനി അമ്മയെ വിളിക്കാൻ പോയി. കോവലൊക്കെ കണ്ടോ, ഫുള്ളും മുകളിലാണ് ഇപ്പോൾ എല്ലാം. പറിക്കാൻ പറ്റുന്നില്ല, നിറച്ചും കോവലുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടി എത്തി കേട്ടോ. സാധനമെല്ലാം വാങ്ങിച്ച് ഇറങ്ങുക. പോയോ? ആ ബസ് കണ്ടോ, എത്ര ബസ്സുണ്ട് നോക്കിയേ. എന്തോ അമ്മേ പേടിച്ചു പോയോ? എന്തിനാ പേടിച്ചു പോയതാ? ആണോ? സ്കൂൾ വിട്ട് വന്ന് കയറി പെട്ടെന്നൊരു മഴ കേട്ടോ. ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ, പക്ഷെ എന്നാലും പെട്ടെന്നായിരുന്നു മഴ. കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി ഇറങ്ങി വന്നിട്ടോ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചോണ്ട് വന്നേ. വൈകുന്നേരം ഒരു ഗ്ലാസ് ചായ കുടിക്കുക. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി വന്ന് ഡ്രസ്സൊക്കെ മാറി കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ നല്ല മഴയൊക്കെ കണ്ടിങ്ങനെ ചായ കുടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഗേറ്റ് അടിക്കണം. അപ്പോൾ ഇനി മുറ്റത്തോടൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു കേട്ടോ. മഴ ശക്തിക്ക് വേഗം നിന്നു. ഇപ്പോൾ എന്നാലും ചെറിയ ചാർജ്. മേതക്കുട്ടിയും കുളിയെല്ലാം കഴിഞ്ഞ് വന്ന്. അപ്പം കഴിക്കണോ? ആ കുളിയെല്ലാം കഴിഞ്ഞ് അമ്മമ്മയുടെ നിന്ന് അപ്പാപ്പൊക്കെ കഴിക്കുക. മുട്ടായാണ് കഴിക്കുന്നത്. ആ ഞാൻ പാത്തു വെക്കുന്ന മുട്ടായി ഉളുമാരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് കഴിക്കുക. ഇപ്പോൾ തന്നെ ഉളുമാരെല്ലാം ഫ്രിഡ്ജ് തുറന്നെല്ലാം കയറുന്ന ഉളുമാർ തന്നെയാണ് ഫുള്ളും. കഴിച്ചതിൻ്റെ കേട്ടോ വാഴണേ. മധുക്കുട്ടി ചായ പിടിച്ചോ? എനിക്ക് മധുക്കുട്ടി ചായ ഇഷ്ടമില്ല കേട്ടോ. മേതക്കുട്ടി കുടിക്കും. മധുക്കുട്ടി അങ്ങനെ ആ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം മധുക്കുട്ടി ചായ കുടിക്കും, തള്ളിയെ കുടിക്കില്ല. അവളുടെ വയറൂട്ട് വെച്ച് മുക്കി കഴിക്കാൻ ഇഷ്ടമാണ്. കണ്ടു അത് കണ്ടു അവളുടെ ഫ്രണ്ട് അതേക്ക് ഹായ് പറഞ്ഞേ. ആ ഹായ് എമിലി എന്ന് പറ. എല്ലാവർക്കും എല്ലാം അവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ.
അവളെ പിന്നെ ബെസ്റ്റ് ടിയയും എൻ്റെ ഫ്രണ്ടാ. അവളെ സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ ഈ പറയുന്നേ. പക്ഷെ ടിയ വേറെ കസിന യുകെജി പിയർ. UKG ബിയിലാണോ? ദിയ ഇത് കണ്ടോണ്ടിരിക്കുക കേട്ടോ. ശരി, ഓക്കെ. ടിയയുടെ കാരത്തിന്ന ദിയ കാണും. സ്കൂൾ വിട്ട് വന്ന് ഉടനെ മതി ഹോംവർക്ക് ചെയ്തോളും കേട്ടോ. 7 8 അത് പറയേണ്ട ആവശ്യമില്ല, അവൾ തന്നെ 9 എല്ലാ ഹോംവർക്കും ചെയ്തോളും. 11 12 13 14 15 17 18 19. ഹോംവർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അവൾ ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞ ഉടനെ ഹോംവർക്ക് ചെയ്തോളും. പിന്നെ അവൾ കുറച്ച് നേരം കളിക്കും. അതൊക്കെ വന്ന് ഡെയിലി ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 17 വിളക്ക് കത്തിക്കാനുള്ള പൂവൊക്കെ പറിച്ചുകൊണ്ട് വരിക. മകുതിക്കുട്ടി ഹോംവർക്ക് ചെയ്യുന്നു. അത്രേ പേരെ മകുതിക്കുട്ടി ഹോംവർക്ക് ചെയ്യുന്നു മകുതിക്കുട്ടി പറഞ്ഞേ. ഓക്കെ, ഇന്ന് മകുതിക്കുട്ടിയാണ് ഗേറ്റ് അടിക്കാനൊക്കെ പോകുന്നത്. മോനെ പെട്ടെന്ന് അടിക്കും മോനെ. മഴയാണോ? വണ്ടി വരുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു വണ്ടി വന്നപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് പേടിച്ചു കേട്ടോ, അതുകൊണ്ടാണ്. മോനെ അടച്ചോ. അപ്പോൾ ഇന്ന് കുഞ്ഞാ. അപ്പോൾ മഴ ഇപ്പോഴും ചെറുതെ തൂളിച്ചൊക്കെ ഉണ്ട് കേട്ടോ. രാത്രിയിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.